പുഷ്പയുടെ ഡേറ്റ് നീക്കി വെച്ചിട്ടാണ് അവിടെ പുള്ളി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി വന്നത്. അല്ലു അർജുൻ ഞങ്ങളെ തെരഞ്ഞു നടക്കുവാണെന്ന് തമാശക്ക് പറയുകയും ചെയ്തു. പക്ഷെ തമാശ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാണാത്ത വിധത്തിലുള്ള ഇടിയാണ്, നല്ല ഇടിയായിരുന്നു. പുള്ളിയെ പറ്റിയുള്ള സകല അഭിപ്രായം മാറും ഇത് കഴിഞ്ഞു. പക്ഷെ ആദ്യം പിന്നെ എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചു, എന്താളാ വയറൊക്കെ തള്ളി നിൽക്കുന്നത്. വിഷ്ണു വിചാരിച്ചു വിഷ്ണു പറക്കും, ശരിക്കും പറന്നു. എനിക്ക് ശ്രീജിത്തിന് എന്നെ അടിക്കുന്ന ഒരു ചെറിയ എന്തോ സീനുണ്ട്. അതിൽ പീറ്റർ ഇടപെട്ട ഭാര്യ ഭർത്താവ് തമ്മിൽ അടിവിട്ടെ പീറ്റർ എന്താ കാര്യം? അത് പറ്റൂല, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു അല്ല ഞാൻ സമ്മതിക്കില്ല, അത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം. അത് പിറ്റേ ദിവസമാണ് കൈ ഒടിഞ്ഞത്. സിനിമയിൽ സാധാരണ കാണുന്ന ഡിഷും അത് വേണ്ട. റിയലിൽ എങ്ങനെ ഇടിക്കോ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമേ പറഞ്ഞിട്ട് കമ്പോസ് ചെയ്തത്. അസിസ്റ്റൻസ് ആദ്യം ചാടി കാണിച്ച് കഴിയുമ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് അവൻ ചാടി കാണി. അപ്പൊ ഞാൻ ഓക്കെ ഇത് ഇങ്ങനെ വരാം. അപ്പൊ പുള്ളി അവന്റെ തലക്കെട്ടൊരു ഇത് കേട്ടവനെ ഇത് മറ്റേ എന്താണ് സൂപ്പർ ഹീറോ അല്ല, പയ്യൻ +2 സ്കൂളിൽ പഠിക്കണ പയ്യൻ. ഈ കഥ നമ്മള് മാസ്റ്റർ നറേറ്റ് ചെയ്തപ്പോ ഇതെന്റെ കഥയാണല്ലോ എന്ന് പുള്ളി. സ്മിനു സിജോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലേന, ബിജു സോപാനം 4 പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. ട്രെയിലർ ജസ്റ്റ് ഇപ്പോൾ കണ്ടു തീർന്നേ ഉള്ളൂ. ട്രെയിലറിൽ ഇപ്പോൾ ഈ കൂട്ടയിടി എന്നൊക്കെ പറയണ പോലെ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ കാണുന്നത് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയിടി, അങ്ങനെ ഒരു സീനുണ്ട് ട്രെയിലറിൽ, ഞാൻ ഇപ്പോൾ കണ്ടിരുന്നത്. അതുപോലെ ഒരു ട്രെയിലറിൻ്റെ അവസാനം അതുപോലെ ഒരു ഇടിയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളുടെ പൂജ സമയത്തൊക്കെ നിങ്ങളോട് ഓരോരുത്തരോടൊക്കെ ചോദിക്കുമ്പോഴും ഈ ഇടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ടൈറ്റിൽ തന്നെ ഇടിയൻ ചന്തു. ബീച്ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു കരിയറിൽ 2ാമത്തെ ഇടിപ്പടം എന്നാണ്. ഇടി എങ്ങനെയാണ് കാണുന്നത്? ഇടി ചേട്ടൻ്റെ ഇടി ഉണ്ടോ പടത്തിൽ? നിങ്ങളുടെ ഇടി ട്രെയിലറിൽ അത്ര കണ്ടില്ല, അതുകൊണ്ട്. ഇടിയുണ്ട്, ഒരു 3 ഫൈറ്റ് ഉണ്ട് സിനിമയിലുണ്ട് അല്ലേ? 3-4 ഫൈറ്റ്. ഒരു ഫൈറ്റ് നമ്മുടെ കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഞാൻ. ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഇടിയാണ്, നല്ല ഇടിയായിരുന്നു. പുള്ളിയെ പറ്റിയുള്ള സകല അഭിപ്രായം മാറും ഇത് കഴിഞ്ഞു. പക്ഷെ ആദ്യം പിന്നെ എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചു, എന്താളാ വയറൊക്കെ തള്ളി നിൽക്കുന്നത്, ദൊപ്പയൊക്കെയുള്ള ആള് എങ്ങനെ ചെയ്യുന്നതൊക്കെ. അതെ, പുള്ളിക്ക് ചെറിയ ഡൗട്ട്. കുഴപ്പമില്ല, പിന്നെ മാക്സിമം പുള്ളി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പറയാം. എന്നെ കൊണ്ട് പുള്ളി ചെയ്യിപ്പിച്ചു എന്നാണ് പറയാം. അപ്പം കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കണ്ട. എൻ്റെ ഏജ് അതിൽ കാണിക്കുന്ന അത് വെച്ചിട്ട് ഞങ്ങൾക്ക് നമുക്ക് 2 ആഴ്ച നടക്കാൻ വയ്യായിരുന്നു. റോബോട്ട് നടക്കുന്നല്ല, ഞങ്ങളൊക്കെ എന്തെങ്കിലും ആ രീതിയിലാണ്. നല്ല രസകരമായ ഇടിയായിരുന്നു. വേദന വരാൻ മാത്രം അപ്പോൾ കുറച്ച് അധികം നല്ല വേദന ഉണ്ട്. കാരണം നമുക്ക് ഈ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ സാധാരണ കാണുന്ന ഡിഷും അത് വേണ്ട. റിയലിൽ എങ്ങനെ ഇടിക്കോ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമേ പറഞ്ഞിട്ട് കമ്പോസ് ചെയ്തത്. രസകരമായിരിക്കും. റിയലിസ്റ്റിക് ഇടി. അതെ, അടിയൊക്കെ ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ. അത് ഞാൻ പറയട്ടെ ഒരു കാര്യം. ഞാൻ എൻ്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഫൈറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫൈറ്റ് കഴിഞ്ഞു. അപ്പം പിക്കാൻ വേണ്ടി പോയിട്ട് അവരുടെ ഫ്ലാറ്റിൽ പോയി പിക്ക് ചെയ്തിട്ട് പോകുന്ന വഴിയിലുണ്ട്. ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ്? നമ്മുടെ ഫൈറ്റ് അല്ല, യുദ്ധമായിരുന്നു. അതെ, എനിക്ക് ശ്രീജിത്തിന് എന്നെ അടിക്കുന്ന ഒരു ചെറിയ എന്തോ സീനുണ്ട്. അതിൽ പീറ്റർ ഇടപെട്ട ഭാര്യ ഭർത്താവ് തമ്മിൽ അടിവിട്ടെ പീറ്റർ എന്താ കാര്യം? അത് പറ്റൂല, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു അല്ല ഞാൻ സമ്മതിക്കില്ല, അത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം. അത് പിറ്റേ ദിവസമാണ് കൈ ഒടിഞ്ഞത്. എന്നെടുത്തറിഞ്ഞ് അത് ആക്ച്വലി ആരെയും അറിയിച്ചിട്ടില്ല. ഇതിന്റെ ചന്തുവിന്റെ ഷൂട്ടിങ്ങിനിടയിൽ പീറ്റർ ഹെൻ ഫൈറ്റ് മാസ്റ്ററിന്റെ വളരെ നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റാത്തതുകൊണ്ട് 2-3 ടേക്ക് നന്നായിരുന്നു. അപ്പോൾ പീറ്റർ ഹെന്നിന് തോന്നി ഇത് കുറച്ചുകൂടെ നന്നാക്കാമെന്ന്. അപ്പോൾ ആക്ടേഴ്സിനും ആവേശം കൂടി. അങ്ങനെ ഒരു തള്ളില് എൻ്റെ കൈ ഒടിഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ 26 വർഷം മുമ്പ് ജോലി എടുത്തിട്ട് ആദ്യമായിട്ട് കൈ ഒടിഞ്ഞ് 1 മാസം വീട്ടിലിരുന്നു. അങ്ങനെ ബ്രേക്കായി. നന്നായിരുന്നു. എന്റെ ലൈഫിൽ ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ആ 1 മാസത്തിലുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു അത്രയും നല്ല ഇടിയാണ്, അത്ര റിയലിസ്റ്റിക് ആണ് സിനിമയിലെ ഇടി. എൻ്റെ ഈ കൈ ഒടിഞ്ഞായിരുന്നു. ശരി. സ്മിനി ചേച്ചിയും ബീച്ചേട്ടനും
വിഷ്ണു ചെയ്യുന്ന കഥാപാത്രത്തിന് അമ്മായിയും അമ്മാവൻ അങ്ങനെയല്ലേ ക്യാരക്ടർ? എങ്ങനെ കോമ്പിനേഷൻ ബാക്കി എല്ലാവരുമായിട്ടും സ്മിൻ ചേച്ചിക്കുണ്ടോ കോമ്പിനേഷൻ ഈ 3 പേര്? ഇതേപോലെ ഇടിയും ഉണ്ടോ? ഇല്ല, സ്നേഹമയ്യ ഭയങ്കര സ്നേഹമാണ്. വാക്കുകൊണ്ടുള്ള ഇടി മാത്രം. ഭയങ്കര സ്നേഹമയായിട്ടുള്ള എൻ്റെ സീനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഡയറക്ടർ പുറകെ നടക്കുമായിരുന്നു, ഒരു പാവ അമ്മയുടെ ഒരു സീൻ തരാൻ പറഞ്ഞുകൊണ്ട്. ഈ പീറ്റർ ഹെയ്ൻ എന്നുള്ള ഇപ്പോൾ പീറ്റർ ഹെയ്ൻ ആകെ മലയാളത്തിൽ ചെയ്തത് 3 സിനിമകളാണ് ആക്ഷൻ ഡയറക്ടറായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പീറ്റർ ഹെയ്ൻ ആസ് എൻ ആക്ഷൻ ഡയറക്ടർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭയങ്കര സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള മൂവ്സും കാര്യങ്ങളും ഒക്കെയാണ്. പ്രൊഡക്ഷനും കൂടെ വിഷ്ണു ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് പീറ്റർ ഹെയ്നെ ഓൺ ബോർഡ് കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്ന കാരണം എന്താ ശരിക്കും? കാരണം ബഡ്ജറ്റും ഒക്കെ ആ രീതിയിലുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ കൺസേൺസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ ഇടിയൻ ചന്തു എന്നാണ്. ഈ സിനിമയിൽ ഇടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഏരിയയിൽ നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യരുതെന്ന് നമുക്കൊരു ആദ്യമേ തന്നെ അതിനൊരു ധാരണയുണ്ടായിരുന്നു. മാസ്റ്ററെ വിളിച്ച് നോക്കുമ്പോഴും മാസ്റ്റർ ഒരുപാട് പടങ്ങളുടെ തിരക്കുകളിലായിരുന്നു. സ്റ്റിൽ പുള്ളിനോട് കഥ നറേറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര റിലേറ്റായി. പുള്ളിക്ക് നമ്മളെക്കാളും പുള്ളി ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. പുള്ളി ഇന്ത്യൻ 2, പുഷ്പ 2 ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ളി നമുക്ക് ഡേറ്റ് കണ്ടെത്തിയത്. ഞാൻ തമാശക്ക് പറയുകയും ചെയ്തു, പുഷ്പയുടെ ഡേറ്റ് നീക്കി വെച്ചിട്ടാണ് അവിടെ പുള്ളി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി വന്നത്. അല്ലു അർജുൻ ഞങ്ങളെ തെരഞ്ഞു നടക്കുവാണെന്ന് തമാശക്ക് പറയുകയും ചെയ്തു ഞങ്ങൾ. പക്ഷെ തമാശ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അങ്ങനെ നീട്ടി വെച്ചിട്ട് അതെ അതെ. അപ്പോൾ മാസ്റ്റർ കഴിഞ്ഞോടെ വന്നപ്പോൾ പുള്ളി അത് സ്റ്റേജിലെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പുള്ളി ഓരോ സിനിമയും കൺസീവ് ചെയ്യുന്നത് ഓരോ തരത്തിൽ അതിൽ കൊറിയോഗ്രാഫി വരണം എന്നാണ്. ഈ സിനിമയിൽ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ് പുള്ളി ട്രൈ ചെയ്തിട്ടുള്ളതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതും. നമ്മൾ ഈ പറഞ്ഞ സ്റ്റൈലിഷ് സാധനത്തിൽ നിന്ന് ആള് മാറി എന്നിട്ട് അതിനെ അൾട്രാ റിയലിസ്റ്റിക് ആക്കി. ആള് വിചാരിച്ചു മലയാളം അല്ലേ, എന്തായാലും നിങ്ങൾ ഇത്ര റിയലിസ്റ്റിക് സിനിമ എടുക്കുമ്പോ ഞാൻ റിയൽ അടി എന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പടത്തിന് കൊള്ളാം, ഞങ്ങൾക്ക് അത്ര കൊള്ളൂല. അല്ല, മാസ്റ്റർ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മള് കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് അങ്ങനത്തെ വിഷ്ണു വിചാരിച്ചു വിഷ്ണു പറക്കും, കറക്കുന്നൊക്കെ ശരിക്കും പറന്നു. ഓടിന്റെ മുകളിൽ നിന്നൊക്കെ നമ്മള് വിചാരിച്ചതെന്ന് പറഞ്ഞാല് ഇപ്പൊ പുലിമുരിയിലാണെങ്കിലും ആയിട്ടുള്ള പോസ് കാര്യങ്ങള്. അപ്പൊ ഇതിലിപ്പോ ചുമ്മാ ഒരു ജമ്പാണെങ്കിൽ പോലും അത് നമുക്ക് പലതരത്തിൽ ജമ്പ് ചെയ്യാലോ. അപ്പൊ അത് പുള്ളിയുടെ അസിസ്റ്റൻസ് ആദ്യം ചാടി കാണിച്ച് കഴിയുമ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് അവൻ ചാടി കാണും. അപ്പൊ ഞാൻ ഓക്കെ ഇത് ഇങ്ങനെ വരാം. അപ്പൊ പുള്ളി അവന്റെ തലക്കിട്ടൊരു കിഴുക്കാണ് പുള്ളി അറിവ് കേട്ടവനെ. ഇത് മറ്റേ എന്താണ്, സൂപ്പർ ഹീറോ അല്ല, പയ്യൻ +2 സ്കൂളിൽ പഠിക്കണ പയ്യൻ. അവൻ ചാടുമ്പോ അതിന്റെ ഇത് വേണം. അപ്പൊ അങ്ങനെ സ്റ്റൈലിഷ് പരിപാടി മനഃപൂർവ്വം പരിപാടികളാണ്. അതുപോലെ തന്നെ ഓരോ സീക്വൻസിലാണെങ്കിലും അങ്ങനെ കൊറിയോഗ്രാഫ്ഡ് ആണ്. സ്റ്റിൽ അതങ്ങനെ തോന്നാത്ത രീതിയിലാണ്. ആക്ച്വലി സ്റ്റൈലിഷ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഈസി. ഈ റിയലിസം പിടിക്കുമ്പോ അത്രയും നമ്മളറിയാതെ റിയൽ ആയി പോവും. പോസ് പിടിക്കാൻ സമയമില്ല, അടുത്ത ഇടി കിട്ടും. അതുകൊണ്ട് ട്രെയിലറിൽ കാണുന്ന ക്ലൈമാക്സ് ഫൈറ്റിന്റെ കുറച്ച് പോർഷനാണ് ഈ കൂട്ടത്തല്ല് പോലെ കുട്ടികളെല്ലാരും കൂടി. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യൂല. മീൻസ് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ കൂട്ടയിടി കണ്ടിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെയായിരിക്കും എടുക്കണേന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-300 പിള്ളേരുണ്ട്. പിള്ളേരയിലൊക്കെ ബാറ്റും ഹോക്കി സ്റ്റിക്കും ഇതൊക്കെ കൊടുത്തിട്ട് അത് തന്നെ പുള്ളിയും പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ടാണ് മാസ്റ്റർ ഇത് ഷൂട്ട് ചെയ്യാൻ വന്നത്. അത് ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആസ് എ പ്രൊഡ്യൂസർ കൂടെ ഉള്ള സിനിമയാണല്ലോ. വിഷ്ണുവിനോടല്ല ചോദിക്കുന്നത്, ബാക്കി 3 പേരോട് ചോദിക്കുകയാണ്. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയാണ് പരിപാടികൾ? ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ നമ്മൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് വിഷ്ണു ശ്രമിക്കുന്നത്. ആരും അറിയരുത് ഞാൻ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ. പക്ഷെ എല്ലാം വളരെ കൃത്യമാണ്, വളരെ നീറ്റ് ആൻഡ് സ്മൂത്ത് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ലന ചേച്ചി ആണെങ്കിലും സ്മിനി ചേച്ചി ആണെങ്കിലും ബിജു എല്ലാവരും കേട്ടോ. ഇവര് മാത്രം ഇവിടെ ഇല്ലാത്തവരടക്കമാണ് ഞാൻ പറഞ്ഞത്. അവരാരും ഈ പറഞ്ഞ പോലെ വളരെ ഒഫീഷ്യലി അങ്ങനെ കണ്ടിട്ടല്ല ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ പടം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഫീൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ
ഡയറക്ടർ ശ്രീജിത്ത് ആണെങ്കിലും എല്ലാവർക്കും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്പേസ് അത്രയും തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പേഴ്സണൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതിൽ. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര ഒരു കൂട്ടായ്മയും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് വിഷ്ണു പൈസ തരാതിരുന്നിട്ടില്ല എന്നല്ല, തരാതിരുന്നിട്ടില്ല എന്നല്ല, കാശ് കുറയ്ക്കുന്നതിലും ഒക്കെ വളരെ എല്ലാത്തിനും ഞങ്ങൾ ഉത്സാഹിച്ചു. കൊടുക്കാതിരിക്കുന്നതിലും ഞങ്ങൾ സ്മിൻ ചേച്ചിക്ക് എന്ത് തോന്നി ആസ് എ പ്രൊഡ്യൂസർ വിഷ്ണുവിനെ ഓപ്പോസിറ്റ് കാണുമ്പോൾ? കൂടെ കോ ആക്ടറായി നിൽക്കണ പോലെ അല്ലല്ലോ, ആസ് എ പ്രൊഡ്യൂസറും കൂടെ ചേച്ചി ഒരു പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് ചേച്ചി വേദനകൾ അറിയാം. അതുകൊണ്ട് നമ്മുടെ ഈ ഷൂട്ടിംഗ് അല്ലാതെ ബാക്കി എല്ലാ പ്രോസസ്സിലൊക്കെ ചേച്ചി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ബിസിനസ്സിനൊക്കെ ചേച്ചി ഓവർസീസ് ബിസിനസ്സിനൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ സംസാരിച്ച ആളാണ്. എനിക്ക് ആദ്യം തൊട്ട് കഥ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞായിരുന്നു, അന്ന് തൊട്ട് എല്ലാ കാര്യവും നമുക്ക് ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് മറ്റൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിയുക, പോവുക, പിന്നെ ഡബിങ്ങിന് വരിക, പിന്നെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് ചില പടങ്ങളിൽ വിളിക്കും, ചിലതിന് വിളിക്കും, അങ്ങനെ ആ ഒരു ഇതിൽ പോകുന്നത്. പക്ഷെ അത് അങ്ങനെയുള്ള എൻ്റെ സ്വന്തം പടം ചെയ്യുന്ന ഒരു ഫീലോടെ തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റുന്നത്. ബിജേട്ടനോ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യത്തിൽ എന്താ പറയുമ്പോ അല്ല, നേരത്തെ വിഷ്ണു പറഞ്ഞ കുറച്ച് പൈസ തരാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു, വെറുതെ ഒരു ഡിഫറൻസിന് ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ ഫൈറ്റ് ആദ്യം ചെയ്യുന്നത്, പിന്നെ ഒരു അമ്മാവൻ്റെ റോള് നല്ല രസകരമായിട്ടുള്ളൊരു വേഷമായിരുന്നു. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഹീറോയിസ് അല്ല അവിടെ കാണിക്കുന്നത്, ഹീറോയിസ് അല്ല, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. അതേ ഇത് തന്നെയാണ് വിഷ്ണുവിനും ഉള്ളത്. അമ്മാവൻ്റെ ചെറിയൊരു പകർപ്പുണ്ട്, അതാണ് ഇടി. തറവാട്ടിലെല്ലാവരും നമ്മൾ ഇടിക്കും. ഷോട്ടംപേട നമ്മളെല്ലാവരും, എല്ലാവർക്കും ആ ഇൻസ്പിറേഷൻ ഉണ്ട്. നല്ല എല്ലാവരും രസകരമായിട്ടുള്ള പോയി ഷൂട്ടൊക്കെ. നാട്ടിലെ പുലി വീട്ടിലെ എലിയാന്ന്. നാട്ടിലെ പുലി വീട്ടില് പക്ഷേ പ്രശ്നമാണ്. സിംഹത്തിനെ പോലെ ഉള്ള ആളാ, സിംഹത്തിന്റെ മുകളിൽ തുറക്കുന്നു. കഥ ഇപ്പോ ടീസറിലൊക്കെ കണ്ടപ്പോ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നാണല്ലോ. നിങ്ങൾക്കൊക്കെ കഥയുടെ ഫീഡ് വരുമ്പോ ആദ്യം ഈ ഇവന്റ് ആണോ പറയുന്നത്, അതോ? എനിക്ക് ഫുള്ളി കഥ നെറേറ്റ് ചെയ്യാണ് ചെയ്തത്. ബിക്കോസ് എനിക്കിതിലെ ആ ഇടിയേക്കാളും കൂടുതൽ എനിക്കൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ട്രാക്കും ഒരു ഫാമിലി ട്രാക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ കൈയൊടിഞ്ഞു എന്നുള്ളത് വേറെ സൈഡിൽ, അതല്ലാതെ വേറെ ഒരുപാട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആക്ടിങ് മൊമെന്റ്സ് ഉള്ള ഒരു പടമാണ്. അപ്പം ഞാൻ ഈ അടുത്ത് ചെയ്തതിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ഫാമിലി സെന്റിമെന്റ്സ് ഉള്ള, ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോവാന്ന് പറയില്ലേ ടൈമിൽ, അതായത് കുറേ അവരുടെ ജീവിതം തന്നെ കുറേ കാണിക്കുന്ന തരം പടങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്കുള്ളത്. സോ എനിക്ക് ആക്ച്വലി അതിന് ഇമോഷണൽ വശത്തിലായിരുന്നു ഫോക്കസ്. അപ്പോൾ ബാക്കി റിയൽ ലൈഫ് ഇവന്റ്സ് ഒക്കെ വിഷ്ണു പറയും. അതെന്തായിരുന്നു ഇൻസ്പയർഡ് ബൈ റിയൽ ഇവന്റ്സ്? ശ്രീതേട്ടൻ്റെ തോട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. പിന്നെ ഈ കഥയുടെ പ്രോഗ്രസ്സിൽ മൊത്തം നമ്മളായിട്ട് ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. അതിൽ ത്രൂ ഔട്ട് ഞാനും ഉണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ബിനു തൃക്കാക്കരയാണ്, അവനുമുണ്ട്. ഞങ്ങളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈ കഥ നമ്മൾ മാസ്റ്റർ അടുത്ത് നറേറ്റ് ചെയ്തപ്പോൾ ഇതെൻ്റെ കഥയാണല്ലോ എന്ന് പുള്ളിയുടെ ആത്മകഥയായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളി എങ്ങനെയാണ് ഒരു ഫൈറ്റ് മാസ്റ്റർ ആയെന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പുള്ളിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ശരിയാട്ടോ, നമ്മുടെ കഥയായിട്ട് വളരെ സാമ്യമുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് പുള്ളിയും ഇത് ഏറ്റെടുത്ത്. ആക്ച്വലി അതുകൊണ്ടാണ് ഫൈറ്റ് മാസ്റ്റർ ഇത്രയും ഇമോഷണലി ഇൻവോൾവ് ആയിരിക്കുന്നത് ഈ പടത്തിൽ. അതെ അതെ. ഈ ഇതിന്റെ ഷൂട്ടിന്റെ ഇടയിലും ഈ ചന്തു സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ആന്റി ഡ്രഗ്സ് ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡ് ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അത് കഥയില് കൂടെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണോ, അതോ നിങ്ങളുടെ ഒരു കഥയിൽ അതിന്റെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല. അത് സിനിമ കാണുമ്പോ എന്തായാലും 19-ാം തീയതി പടം ഇറങ്ങുകയാണല്ലോ. ഞാൻ ഈ സകല ആന്റി ഡ്രഗ് ക്യാമ്പയിനുകള്, ലഹരി വിരുദ്ധ പരിപാടികൾക്കൊക്കെ സ്ഥിരം എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഒരു ലഹരിയിലും ഇല്ലാത്ത ആളാണ്. അപ്പൊ ജീവിതമാണ് ലഹരി എന്ന് വിശ്വസിക്കുന്ന അപ്പൊ അതുകൊണ്ട് എന്നെ സ്ഥിരം വിളിക്കാറുണ്ട്. ക്യാപ്ഷൻ കിട്ടി. അപ്പൊ ഞങ്ങളുടെ പടത്തിന്റെ ഒരു കോർ പോയിന്റിലും ആ സംഭവം ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് ആ സ്കൂളിലായിരുന്നു ഷൂട്ട്. കോതമംഗലത്ത് കോട്ടപ്പടി അല്ല കോട്ടപ്പടി മാറേലിയാസ് എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഇത് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഉടനെ നെക്സ്റ്റ് റിലീസ് ഇടിയൻ ചന്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ ഓരോരുത്തരുടെയും എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് കമ്മിറ്റ്മെന്റ് പരിപാടികളുണ്ടോ? എൻ്റെ ഇനി 2-3 കൂടെ വരാനുണ്ട്. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൂടെ ആയതുകൊണ്ട് ഇത് തന്നെയാണ്. അതെ അതെ. സ്മിനി ചേച്ചിയുടെ ഇത് വാഴ ഇറങ്ങാനുണ്ട്. റിലീസ് ആവുന്നതാണെന്ന് അറിയില്ലല്ലോ. അടുത്ത വാഴ ഉണ്ട്. അതൊക്കെ തന്നെ പേര് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. ചേച്ചി ഇപ്പോ പൂജയ്ക്ക് പോയി വന്നത് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തില് ഡെബ്യൂ ചെയ്യുന്ന പടം വിത്ത് മമ്മൂക്ക. ജീവിയം ഒരു ബ്രാൻഡും കൂടെയാണല്ലോ മലയാളത്തിന്. റൊമാൻസും പരിപാടികളൊക്കെ ഒരു ബ്രാൻഡ്. എന്താണ് അതിന്റെ ഒരു പ്രതീക്ഷ? വെരി എക്സൈറ്റഡ്. വളരെ സന്തോഷമുണ്ട് ആ ഗ്രൂപ്പിന്റെ പടത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. GVM-ന്റെ കൂടെ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ മലയാള പടത്തിന്റെ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഫെദർ ഇൻ ദ ക്യാപ്പാണ്. അതല്ലാതെ ഇനി റിലീസിനുള്ള ജീത്തു ജോസഫ് പടമുണ്ട് നുണക്കുഴി. പിന്നെ പുഷ്പക വിമാനമുണ്ട്. പിന്നെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ പടമുണ്ട്. അങ്ങനെ നല്ല പടങ്ങൾ ലൈൻഡപ്പാണ്. ജീവൻ പടം അങ്ങനെ ഒരു ജോണർ സ്പെസിഫിക് അങ്ങനെ ഒരു ജോണർ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മമ്മൂക്ക എന്നെ കൊല്ലും. സ്പോയിലർ ആവും. ഇന്ന് പൂജ കഴിഞ്ഞിട്ടുള്ളൂ. വിജയേട്ടൻ്റെ ഇനി നെക്സ്റ്റ് പരിപാടി? ഇപ്പോൾ കഴിഞ്ഞ പടം അന്വേഷണത്തിന് തുടക്കത മനുഷ്യാദിക്കിൻ്റെ പടം. പിന്നെ 2-3 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ധ്യാൻ്റെ കൂടെയുള്ള പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇടിയൻ ചന്തുവിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവിധ ആശംസകളും.